कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनाम्ने गौरद्विषे नमो नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशिल्पिकम्। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 24-ാം അധ്യായം മത്സ്യാവതാര കഥയെ പറയുന്നു. അധ്യായ ലക്ഷണം മന്വന്തരാനുകഥാവർണ്ണനം. അതില് ഇന്ന് രാവിലെ മുതൽക്ക് ഗജേന്ദ്രമോക്ഷം, പാലാഴിമഥനം, വാമനാവതാരം എന്നിവ നമ്മൾ കേട്ടു. അതേ തുടർന്ന് മത്സ്യാവതാരം. മത്സ്യാവതാര കഥ പറയുന്നതിന് മുൻപ് ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ പറയാണ്, ഇത് 15-ാമത്തെ വർഷമാണ് ഇവിടെ ഈ ഭാഗവതം സത്രം നടക്കുന്നത്. എൻ്റെ ജന്മം മുഴുവനും ഈ ഭാഗവത സത്രം ഇതേപോലെ ഞാൻ വീഴാതെ നടത്തണം എന്ന് പറയണ്ടായി. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആനന്ദമുണ്ട്. നമ്മൾ ഈ കഥ ഇങ്ങനെ കേട്ട് ഈ കഥ എല്ലാവർക്കും അറിയാല്ലേ, മത്സ്യാവതാര കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര സപ്താഹ പന്തലുകൾ അല്ലെ, വീണ്ടും 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 കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര സപ്താഹ പന്തലുകളിൽ നമ്മൾ എത്ര ആചാര്യന്മാരുടെ മുഖാരവിന്ദത്തിൽ കൂടി ഇങ്ങനെ കേട്ട് ആ മധുരം ഇങ്ങനെ അറിഞ്ഞു വരികയാണ്. അപ്പോൾ ആ ആനന്ദം നമുക്ക് എങ്ങനെയാ കിട്ടണമെന്നാണ്. എങ്ങനെയാ കിട്ടണേ? അതിന് ആചാര്യന്മാര് പറയാ 3 കാരണങ്ങൾ ഉണ്ട്. ഇതിങ്ങനെ ആനന്ദമായിട്ട് ഈ കേൾക്കുന്നവന്റെ മനസ്സിൽ ആനന്ദമായിട്ട് നിൽക്കാൻ 3 കാരണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് ആ 3 കാരണങ്ങൾ വെച്ചാൽ, ആദ്യം പറയുന്ന ആള്, രണ്ടാമത് പറയുന്ന വിഷയം, മൂന്നാമത് കേൾക്കുന്ന ആള്. ഇവിടെ പറയുന്നത് ആരാ? ശുഭോ നാമ മഹാതേജ സ്വരൂപാനന്ദ തൽപര എന്ന് പറയുന്നു. ആത്മാലാഭം കൊണ്ട് സന്തുഷ്ടനായിട്ട് സദാസമയവും നിത്യാനന്ദ ലഹരിയിൽ അങ്ങനെ ലയിച്ചിരിക്കുന്ന ആത്മാരാമനായിരിക്കുന്ന ശ്രീ ശുകബ്രഹ്മർഷി. അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ മുഖാരവിന്ദത്തിൽ നിന്നും പ്രവഹിക്കുന്നതായ അമൃതധാര. ഒരു കൽക്കണ്ടത്തിനെ ഒരു ചുറ്റിക കൊണ്ടടിച്ചാൽ 1000 കഷ്ണവും. ഏത് കഷ്ണം എടുത്ത് രുചിച്ചു നോക്കിയാലും മധുരം 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 ഒക്കെ മധുരമാണ്. അതേപോലെ ഈ ഗുരുനാഥന്റെ വാക്കുകളിൽ വരുന്ന ആ അമൃതത്തെ ഏത് ഭാഗത്തെടുത്തു നോക്കിയാലും അമൃതം അമൃതം അമൃതം. ഭഗവാന്റെ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ അംഗങ്ങളായി കണ്ട് നമ്മൾ അത് സ്വീകരിക്കണം എന്നാണ്. ഒരു ആചാര്യൻ പറയുണ്ടായിട്ടുണ്ട്, ഭഗവാന്റെ കണ്ണുകളുടെ കടക്കോണുകളെ വേണമെങ്കിൽ ഞാൻ 10,000 മണിക്കൂർ പറയുന്നു. അപ്പൊ ആ ആനന്ദം നോക്കി ഈ കടക്കോണിനെ ഇത്രയ്ക്ക് വർണ്ണിക്കാണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത്രയും ആനന്ദത്തോട് കൂടിയിട്ടാണ്, അത്രയും മധുരമായിട്ടാണ് അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ഭഗവാന്റെ ഓരോരോ കഥകളും നാമരൂപ ഗുണ ലീലാവതാര കഥകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് മധുരത്തെ തരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കണം. ഇനി മൂന്നാമത് കേൾക്കുന്ന ആളാണ്. കേൾക്കുന്ന ആളെ പറയുന്നതിന് മുമ്പ് പറയുന്ന ആളെ ഒന്നും കൂടിയും പറയാവുന്നതാണ്. ഈ പറയുന്ന ആള് ആചാര്യന്മാര് പറഞ്ഞു കേട്ടതാട്ടോ.
ഒരു നാടൻ പശുവിനെ കറക്കുന്ന സമയമാണ് ശ്രീശുക ബ്രഹ്മർഷി സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തുടർച്ചയായി 7 ദിവസം എങ്ങനെ ഇരുന്നു? അവിടെയാണ് കേൾക്കുന്നവന്റെ പ്രസക്തി. ആചാര്യന്മാര് പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവിന്റെ കണ്ണുകളാണ് അതിന് ശ്രീശുക ബ്രഹ്മർഷി അവിടെ പിടിച്ചിരുത്തിയത്. ആ കണ്ണുകൾക്ക് എന്താ പ്രത്യേകത? അത്യത്ഭുതത്തോടുകൂടി ഭഗവാന്റെ ഓരോ കഥകൾ പറയുമ്പോഴും അത്യത്ഭുതത്തോടുകൂടി വിടർന്ന കണ്ണുകളോടുകൂടി ഇനി എന്താ കേൾക്കാൻ എന്നുള്ള ആ ഉത്കണ്ഠയോടുകൂടി, ആ കേൾക്കാനുള്ള ആർജവത്തോടുകൂടി ആ കണ്ണുകളെ നോക്കി ശ്രീശുക ബ്രഹ്മർഷി നിർത്താതെ പറയാ, ഇനി എന്താ കേൾക്കണ്ടേ രാജൻ, ഇനി എന്താ കേൾക്കണ്ടേ പറയൂ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ രണ്ടാമതായി പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ശ്രവണം, ഗുരുനാഥന്റെ മുഖത്തു നിന്ന് കേൾക്കുന്നതായ ആ അമൃതനാദത്തെ അതേപോലെ ഉൾക്കൊണ്ട് മനനം ചെയ്ത് ഒരു ശബ്ദരേഖ പോലെ ആവർത്തിച്ച് അതിലെ സംശയങ്ങൾ വീണ്ടും വീണ്ടും ഗുരുനാഥനോട് ചോദിച്ച് നിസ്സംശയം മുന്നോട്ട് പോകുന്ന പരീക്ഷിത്ത് മഹാരാജാവിന്റെ ആ ശ്രവണ പദ്ധതി ശ്രീശുക ബ്രഹ്മർഷിയെ പിടിച്ചിരുത്തിയെന്ന്. ഇനി മത്സ്യാവതാര കഥയിലേക്ക് കടക്കുമ്പോ ഹരിയുടെ അത്ഭുതങ്ങളായിട്ടുള്ള നാമരൂപ ഗുണ ലീലാവതാരങ്ങൾ അനവധി നമ്മൾ ഈ അഷ്ടമസ്കന്ധാവുമ്പോഴേക്കും കേട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കഥകളെ കേട്ട് മോഹിതനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് മായാ മത്സ്യത്തെ അനുകരിച്ചുകൊണ്ട് ശ്രീഹരിയുടെ ആദ്യ അവതാര കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, തമോ ഗുണ സ്വഭാവത്തോടും അസഹ്യവും ലോകനിന്ദ്യവുമായിട്ടുള്ള ഈ മത്സ്യരൂപത്തെ ഒരു കർമ്മഗ്രസ്തനെ പോലെ എന്തിനു വേണ്ടിയാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്ന് ചോദിക്കുന്നു. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും സർവലോക സുഖാവഹം എന്നാണ് പറഞ്ഞിരിക്കണേ. അത് 2 പ്രകാരത്തിൽ നമുക്ക് ചിന്തിക്കാം. സർവലോകങ്ങൾക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നതും സർവലോകരിലും ജീവജാലങ്ങളുടെ മനസ്സിലും ആ സുഖത്തെ ജനിപ്പിക്കുക. സാധാരണ സുഖമല്ല, ആത്യന്തികമായിട്ടുള്ള ആ ആത്മാനന്ദത്തെ ജനിപ്പിക്കാൻ തക്കവണ്ണം കഴിവുള്ള ഭഗവാൻ ഈ മത്സ്യരൂപം കൊണ്ട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്തു ഭഗവാൻ? ശ്രീശുക ബ്രഹ്മർഷി സന്തോഷത്തോടുകൂടി മുന്നോട്ട് വന്ന് പറയാൻ നിൽക്കുകയാണ്. ഇതിന്റെ ഉത്തരങ്ങള് ചോദിക്കാൻ കാത്തു നിൽക്കുകയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതേ ഉത്സാഹത്തോടും ആർജവത്തോടും കൂടി പറയാൻ കാത്തു നിൽക്കുകയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് പറയാണ്, എന്റെ അജ്ഞാനം കൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കണ ഗുരുനാഥ. എന്റെ ഈ അജ്ഞാനത്തെ നീക്കി ആത്മപ്രകാശം നൽകണേ എന്ന് പറയുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ശ്രീശുക ബ്രഹ്മർഷി മത്സ്യാവതാരം ധരിച്ച് ഭഗവാൻ ചെയ്യപ്പെട്ട കാര്യങ്ങളെ വിസ്തരിച്ച് പറയുന്നു. സർവസ്വതന്ത്രനായ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഏത് രൂപത്തെയും ധരിക്കാൻ കഴിവുള്ള ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ പശുക്കള്, ബ്രാഹ്മണര്, ദേവന്മാര്, സാധുക്കള്, ഭൂമി, വേദങ്ങള്, ധർമ്മങ്ങള്, അർത്ഥങ്ങള്, വേദോക്ത കർമ്മങ്ങള് ഇവയൊക്കെ രക്ഷിക്കാൻ ഇച്ഛിച്ചും കൊണ്ട്
അതത് അവസരങ്ങളിൽ ഓരോ രൂപമെടുക്കുന്നു. ഇനി ഈ രൂപങ്ങളിൽ ശ്രേഷ്ഠമായതും നികൃഷ്ടമായ രൂപം ഇല്ല തന്നെ. ദേഹേന്ദ്രിയ ബുദ്ധികളിൽ നിന്ന് കൊണ്ട് ഒരു കേവല ജീവൻ ചിന്തിക്കുമ്പോഴാണ് ഉച്ചനീചത്വങ്ങളുള്ളത്, അല്ലെങ്കിൽ ഇല്ല. ദുർഗന്ധത്തിലൂടെയും സുഗന്ധത്തിലൂടെയും സഞ്ചരിക്കുന്ന വായു അതിൻ്റെ ഗുണത്തെ, അതിലുള്ള സുഗന്ധത്തെയോ ദുർഗന്ധത്തെയോ എങ്ങനെയാണോ അതിൽ അധീനനാവാതിരിക്കുന്നത്, അതേപോലെ ഭഗവാൻ എടുക്കുന്ന രൂപം അതിൻ്റെ ഉത്കൃഷ്ടമോ നികൃഷ്ടമോ ആയ ഗുണങ്ങളെ ഭഗവാന് ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിത്യമുക്തനായ ഭഗവാൻ എവിടെ വികാരം ഉണ്ടോ? ഇല്ല. ജ്ഞാനാനന്ദ സ്വരൂപിയായ ഭഗവാന് എടുക്കുന്ന സ്വരൂപം കാര്യക്ഷമമായി അംഗീകരിക്കുന്നു എന്ന് മാത്രം. ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും ആ അവതാരത്തിൻ്റെതായ പ്രയോജനങ്ങൾ അത് ഭഗവാൻ ഫലവത്താക്കി പോകുന്നു. അതിൽ നിന്ന് ഗുണം ഇല്ല ഉണ്ടോ? കൃഷ്ണാവതാരത്തിൽ എന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്യുന്നു. നരസിംഹാവതാരത്തിൽ പ്രഹ്ലാദനെ രക്ഷിക്കുന്നു, അല്ലെ? അപ്പോ ഭഗവാൻ അതിൻ്റെ ഗുണത്തെയോ അതിൻ്റെ ശ്രേഷ്ഠതയോ സ്വീകരിക്കുന്നില്ല, നിത്യമുക്തനാണ്. അപ്പോൾ ഇത് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ച ആ ചോദ്യത്തിന് ലോകനിന്യമായിട്ടുള്ള ആ മത്സ്യരൂപത്തെ എന്തിനു ധരിച്ചു എന്നതിനുള്ള ഉത്തരം പറഞ്ഞതിന് ശേഷം മത്സ്യരൂപം കൊണ്ടുള്ള പ്രയോജനങ്ങളെ പറയുകയാണ്. 2 കാര്യങ്ങളാണ് മത്സ്യാവതാരത്തിൽ ചെയ്തത്. ഒന്ന്, കഴിഞ്ഞ കൽപ്പാവസാനത്തിൽ ഭൂമി മുതലായ ത്രിലോകങ്ങളെല്ലാതും സമുദ്രജലത്തിൽ ആണ്ടുപോയപ്പോൾ ക്രമാനുഗതമായി വന്ന നിദ്രാലസ്യത്തിലേക്ക് ബ്രഹ്മദേവൻ വണ്ടി വീണു. അപ്പോൾ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നും പ്രസരിച്ചതായിട്ടുള്ള വേദങ്ങളെ ബലവാനും അസുര രാജാവുമായ ഹയഗ്രീവൻ അപഹരിച്ചു കൊണ്ടുപോയി. ഇതറിഞ്ഞ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് സമുദ്രത്തിൽ പോയി ഒളിച്ചതായ ഹയഗ്രീവനിൽ നിന്നും കവർന്നെടുത്തതായ വേദങ്ങളെ വീണ്ടെടുത്ത് സമുദ്രജലത്തിൽ വിഹരിച്ചുകൊണ്ട് നടക്കണം. ആ വിഹരിക്കുന്നതിനും ഒരു കാര്യമുണ്ട്. എന്തിനാ വിഹരിക്കുന്നത്? തൻ്റെ പ്രിയ ഭക്തനായ നാരായണനെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, വെള്ളത്തെ മാത്രം ഭക്ഷണമാക്കിക്കൊണ്ട് സത്യവ്രതൻ എന്നു പേരുള്ള ഒരു രാജർഷി എൻ്റെ പ്രിയനാണ്, അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവ് സർവഗുണസമ്പന്നനും മഹാനുമായിരുന്നു എന്ന് പറയുന്നു. ഭഗവാൻ അനുഗ്രഹിക്കാൻ വരുന്ന ആളാണ് കേട്ടോ സത്യവ്രതൻ. അദ്ദേഹം സർവഗുണസമ്പന്നനും മഹാനുമാണ് എന്ന് പറയുന്നു. സർവഗുണസമ്പന്നൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഗുണങ്ങൾ ഉള്ള ആള് അല്ല, ഇല്ല ഗുണം സമ്പന്നമായിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പൊ ക്ഷമയാണെങ്കിൽ ക്ഷമ അതിൻ്റെ പാരമ്യത്തിൽ, ഭൂതതയാണെങ്കിൽ അതിൻ്റെ പാരമ്യത്തിൽ, സഹവർത്തിത്വമാണെങ്കിൽ അതിൻ്റെ പാരമ്യത്തിൽ, എന്ത് ഗുണങ്ങളാണെങ്കിലും അതിൻ്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് സർവഗുണ സമ്പന്നനും മഹാനുമാണ്. അങ്ങനെയുള്ള രാജാവ് ഈ കൽപ്പത്തിൽ സൂര്യപുത്രനെ ശ്രാദ്ധദേവൻ എന്ന പേരിൽ ഭവിക്കുകയും ഭഗവാൻ അദ്ദേഹത്തെ ഈ കൽപ്പത്തിൻ്റെ മനുവായി അവരോധിക്കുകയും ചെയ്തു. ഇനി കഥയിലേക്ക്. സത്യവ്രത രാജാവ് ഒരു ദിവസം കൃതമാല നദിയിൽ സന്ധ്യാവന്ദനത്തിന് നദിയിലിറങ്ങി
കാലു കഴുകി ആചമിച്ച് അർഘ്യപാദാദികൾ കഴിഞ്ഞ് തർപ്പിക്കാൻ കൈക്കുടതയിൽ വെള്ളം എടുത്തപ്പോൾ ആ വെള്ളത്തില് ഒരു അതിവിശേഷമായ ഒരു ബാലമത്സ്യം, എടുത്ത വെള്ളം നദിയിലേക്ക് തന്നെ ഒഴിക്കാൻ പുറപ്പെട്ടപ്പോ മത്സ്യം സംസാരിച്ചു എന്നാണ്. മത്സ്യം എന്തേ സംസാരിച്ചത്? ഹേ രാജൻ, എന്നെ ഈ നദിയിലേക്ക് വിട്ടാൽ സ്വജാതികളിൽപ്പെട്ടതായ വലിയ മത്സ്യങ്ങൾ എന്നെ ഭക്ഷണമാക്കും. എനിക്ക് പേടിയാവണം. അവിടുന്ന് ദീനന്മാരിൽ കരുണയുള്ളവനല്ലേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ രക്ഷിക്കാൻ മത്സ്യരൂപം ധരിച്ചു വന്ന ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാതെ മത്സ്യത്തെ രക്ഷിക്കാൻ രാജാവ് പുറപ്പെടുന്നു. ഇങ്ങനെയുള്ള ദീനമായ മത്സ്യത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് രാജാവ് മത്സ്യത്തിനെ തന്റെ സാധ്യായ കിണ്ടിയിലിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് നോക്കുമ്പോ കിണ്ടി നിറയെ മത്സ്യം വളർന്ന് വലുതായിരിക്കുന്നു. രാജാവിനെ കണ്ടതും മത്സ്യം പറയാണ്, ഹലോ ഹേ രാജൻ, എനിക്ക് ഈ കിണ്ടിയിലുള്ള സ്ഥലപരിമിതി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വളരെ ഞെരുക്ക എൻ്റെ ശരീരം ഒന്ന് തിരിക്കാനും മറയ്ക്കാനും. എന്നെ കുറച്ചും കൂടി വലുതായ ഒരു വിസ്താരമുള്ളതായ ഒരു വാസസ്ഥലം അനുഗ്രഹിച്ചു തരണേ എന്ന് പറയുന്നു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ശരി തന്നെയാണല്ലോ, മത്സ്യം പറഞ്ഞത് വാസ്തവം തന്നെ. എടുത്ത് കുട്ടകത്തിലേക്ക് മാറ്റി മുഹൂർത്ത നേരം കൊണ്ട് 3 മാറ് വളർന്ന് കുട്ടകം നിറഞ്ഞ് കവിഞ്ഞു. അപ്പോ വീണ്ടും മത്സ്യം പറയാണ്, എന്നെ ഇവിടുന്ന് കുറച്ചുകൂടി വിസ്താരത്തിലുള്ള ജലാശയത്തിലേക്ക് മാറ്റണേ. അങ്ങനെ മത്സ്യത്തിന്റെ വാക്കുകളെ അനുസരിച്ച് കുട്ടകത്തിൽ നിന്ന് കുളത്തിലേക്കും, കുളത്തിൽ നിന്ന് നദിയിലേക്കും, നദിയിൽ നിന്ന് സമുദ്രത്തിലേക്കും നിക്ഷേപിക്കാനായി പുറപ്പെടുന്ന അവസരത്തിൽ വീണ്ടും മത്സ്യം പറയാണ്, എന്താ പറയണേ? സാധിക്കണില്ല, എന്താ വേണ്ടേ? ഞാൻ രാജാവിനെ ആശ്രയിച്ചത് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. അവിടുന്ന് എന്നെ ഈ സമുദ്രത്തിൽ ഉപേക്ഷിച്ചു പോയാൽ എന്നേക്കാൾ വലിയ മകര മത്സ്യങ്ങൾ ഈ സമുദ്രത്തിലുണ്ട്. അവരെന്നെ ഭക്ഷണമാക്കും. അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ. ശരിയാണ്, ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നല്ലേ. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇത്രയേറെ 100 യോജന വിസ്താരത്തിൽ വളരുന്ന ഒരു ജലജീവിയെ, മത്സ്യാകൃതിയോട് കൂടിയിട്ടുള്ള ഒരു ജലജീവിയെ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇങ്ങനെയൊക്കെ മയക്കണ വാക്കുകൾ പറയുന്ന അങ്ങ് ആരാണ് എന്ന് രാജാവ് തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങ് ആരാണ്? ഇത്രയേറെ മഹാത്മ്യമുള്ള ഒരു മത്സ്യത്തെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഈ മധുരമുള്ള വാക്കുകൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളെയാണ് മോഹിപ്പിക്കുന്നത്. അവിടുത്തെ മായാവാക്കുകൾ കൊണ്ട് ഞങ്ങളെയാണ് മോഹിപ്പിക്കുന്നത്. ഞാൻ വിചാരിക്കുകയാണ്, നൂനം ത്വം സാക്ഷാൽ ഹരിനാരായണോ വയ അനുഗ്രഹായ ഭൂതാന തത്സേരൂപം ജലൗകസാം. ഞാൻ വിചാരിക്കുന്നു, തീർച്ചയായും ആ കാരണജലത്തിൽ ശയിക്കുന്നവനും നാശരഹിതനുമായ സാക്ഷാൽ ഹരിയാണ് എന്ന് വിചാരിക്കുന്നു. അവിടുന്ന് സർവ ജീവജാലങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഈ മത്സ്യരൂപം എടുത്തു വന്നതാണ് എന്ന് വിചാരിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് രാജാവ് ആ മത്സ്യമൂർത്തി നാരായണനെ നമസ്കരിക്കുന്നു. നമസ്തേ പുരുഷശ്രേഷ്ഠ സ്ഥിത്യുൽപത്യപ്പേശ്വര ഭക്താനാം ന പ്രപന്നാനാം മുഖ്യോ ഹ്യാത്മഗതിർവിഭോ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സമർത്ഥമായി ചെയ്യാൻ കഴിവുള്ള പുരുഷോത്തമനായ അവിടുത്തേക്ക് നമസ്കാരം. ഭക്തന്മാരും അവിടുത്തെ ശരണാഗതി പ്രാപിച്ച
ഞങ്ങൾക്ക് ആത്മഗതി എന്ന് വെച്ചാൽ ഭഗവാന് മാത്രമാണ് നമുക്ക് ശരിയായ വിധത്തിൽ അന്ധകാരത്തെ മാറ്റി ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് ആത്മഗതി നൽകുന്ന അവിടുത്തേക്ക് നമസ്കാരം. അവിടുത്തെ ലീലകളാവട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമത്തിനെ തരുന്നതാണ്. അത് ഒരു സാമാന്യന എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്കും അറിയാം. അവിടുത്തെ അവതാരങ്ങളെല്ലാം തന്നെ ലോകക്ഷേമത്തിനായിട്ടുള്ളതാണ് എന്ന് അറിയാം. പക്ഷേ ഈ മത്സ്യരൂപം കൊണ്ട് അവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. ഭഗവാനെ, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തും പ്രിയനും ആത്മാവുമായിരിക്കുന്ന അവിടുത്തെ ശരണാഗതി പ്രാപിക്കുന്നത് ഇതര ജനങ്ങളെ പാദസേവനം ചെയ്യുന്നത് പോലെ നിഷ്ഫലമാകുകയില്ല. അതിന് കാരണം എന്താ? ഇതാ അവിടുന്ന് തന്നെ അവിടുത്തെ ഈ മത്സ്യരൂപ ഉള്ള ആ അത്യത്ഭുതമായിട്ടുള്ള അവിടുത്തെ സ്വരൂപം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു കരുണ ഉണ്ടായി. സാധാരണ കണ്ടവർക്കൊന്നും കാണിച്ചു കൊടുക്കില്ല. ഭഗവാന്റെ ദർശനം ഏകാന്ത ഭക്തന്മാർക്ക് ഭഗവാനെ തന്നെ ശരണാഗതിയായിട്ടുള്ള അതിലാണ് ആ സർവഗുണസമ്പന്നൻ ചേരുന്നത്. സർവഗുണസമ്പന്നനായിട്ടുള്ള ഇനി ഒന്നും നേരെ റിഫൈൻ ചെയ്ത് ഭഗവാൻ ഇങ്ങനെ റിഫൈൻ ചെയ്ത് ഭഗവാനെ കൂടെ ചേർക്കാനുള്ള ആൾക്കാരെ ശുദ്ധരാക്കാണ്. അപ്പൊ എല്ലാവർക്കും കാണിച്ചു കൊടുക്കില്ല. അപ്പൊ ഭഗവാനെ, ഞങ്ങൾക്കത് കാണിച്ചു തരാനുള്ള ഒരു കരുണ ഉണ്ടായില്ലോ. ഇനി എന്താ വേണ്ടത് പറയൂ. ഈ മത്സ്യാവതാരം കൊണ്ട് അവിടുന്ന് എന്താണ് കണ്ടിക്കണേ? അപ്പൊ പറയണു, ഞാനേ ഈ പ്രളയജലത്തിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ വിഹരിച്ചും കൊണ്ട് ക്രീഡിച്ചും കൊണ്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉപരിപ്ലവമായിട്ടാണ് അത് പറയുന്നത്. എന്താണ്? ഞാൻ അങ്ങനെ കളിച്ച വേറെ ഒന്നിനും അല്ലാന്ന്. പക്ഷെ അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, എൻ്റെ പ്രിയനും ഏകാന്ത ഭക്തനുമായിട്ടുള്ള സത്യവ്രതനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രേഷ്ഠ ബ്രഹ്മർഷി ഇവിടെ അവസാനിപ്പിക്കുന്നത്. പിന്നെ ശ്രീ ഭഗവാൻ ഉവാച, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയാണ്, ഇന്നേക്ക് 7-ാം ദിവസം ഈ ത്രിലോകങ്ങളെല്ലാം പ്രളയത്തിലാവും. ആ പ്രളയത്തിലാവുന്ന സമയത്ത് അവിടുത്തെ അടുത്തേക്ക് ഒരു തോണി വരും. ആ തോണി വരുന്നതിന് മുമ്പായിട്ട് സർവ്വ ജീവജാലങ്ങളുടെയും സൂക്ഷ്മാംശത്തെ കരുതിക്കൊണ്ട് ശ്രദ്ധയോടെ കൂടിയിരിക്കുക. തോണി വന്നാൽ തോണിയിൽ കയറുക. കാറ്റും കോളുമുള്ള ആ സമുദ്ര പ്രളയ ജലത്തിൽ ഒരിക്കലും അവിടുന്ന് പേടിക്കണ്ട. സൂര്യാദികളുടെ പ്രകാശങ്ങളൊന്നുമില്ല, തികഞ്ഞ അന്ധകാരാവും. പരിഭ്രമിക്കേണ്ട. ആ വെളിച്ചമില്ലെങ്കിലും സപ്തർഷികളുടെ ബ്രഹ്മ തേജസ് കൊണ്ട് അവിടത്തേക്ക് ആ തോണിയിൽ വളരെയധികം സുഖമായി സഞ്ചരിക്കാം എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെ സഞ്ചരിക്കുന്ന അവസരത്തില് സമീപത്ത് കൂടി ഞാൻ പ്രത്യക്ഷനാവും. ആ പ്രത്യക്ഷനാകുന്ന സമയത്ത് ഈ തോണിയെ എൻ്റെ മുമ്പിൽ വലിച്ചു കെട്ടിക്കോളൂ. ആ പ്രളയം കഴിയുന്നത് വരെ ആ തോണിയുമായി ഞാൻ സഞ്ചരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് മത്സ്യനാരായണമൂർത്തി അപ്രത്യക്ഷനാവുകയാണ്. അപ്പോ രാജാവ് എന്താ ചെയ്യണ? രാജാവ് ഇനി ആ 7 ദിവസം കഴിയണ്ടേ ഇതൊക്കെ അറിയണമെങ്കിൽ? കാത്തിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ആ 7 ദിവസം കഴിഞ്ഞാൽ പ്രളയജലം വരും. അതിനുവേണ്ടി ദർഭപുല്ലുകളെല്ലാം തല കിഴക്കോട്ടാക്കി വിരിച്ച് അതിൽ ഇരുന്നും കൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് താൻ കണ്ടതായിട്ടുള്ള ആ മത്സ്യനാരായണ മൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ 7-ാമത്തെ ദിവസം വന്നു. സർവ്വ ദിക്കുകളും കാർമേഘാവൃതമായി. തുള്ളിക്ക് ഒരു കുടം എന്ന കണക്ക് മഴ പെയ്തു തുടങ്ങി.
ഭൂമിയുടെ ഓരോ അരികും മൂലകളും നിറഞ്ഞ് 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 ജലവിധാനം പതുക്കെ പതുക്കെ ഉയർന്നു 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 വന്നു. അങ്ങനെ ഉയർന്നു വന്നപ്പോ പരിഭ്രമായി. രാജാവിന് തോണി കണ്ടില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ട് നിൽക്കുമ്പോ തോണി അരികിലേക്ക് വന്നു. താൻ കയ്യിൽ കരുതിയിരിക്കുന്നതായ സർവ്വ ജീവജാലങ്ങളുടെയും ഔഷധികളുടെയും സൂക്ഷ്മാംശങ്ങളെ കയ്യിലെടുത്തും കൊണ്ട് തോണിയിൽ കയറി. തോണിയിൽ കയറിയപ്പോ സപ്തർഷികള് സ്വാഗതം ചെയ്തു രാജനെ. ഒരാളും കൂടി ആയില്ലോ ഭഗവാന്റെ അടുത്തേക്ക് ചേരാൻ. ഈ സപ്തർഷികളാവട്ടെ എത്രയോ യുഗങ്ങളായി ഭഗവാനെ ആരാധിച്ച് ആരാധിച്ച് ഇതൊക്കെ കണ്ടു മടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരാളെയും കൂടി ഭഗവതിക്ക് ആക്കാൻ സന്തോഷത്തോട് കൂടിയിട്ട് രാജാവിനെ തോണിയിലേക്ക് കയറ്റി. രാജാവ് അതിലിരുന്നു. കൊടുങ്കാറ്റ് കലശലായി. അപ്പതാ എന്താ വരുന്ന സോനുദ്യാതസ്തധോരാജ്ഞ പ്രാതുരാസ്മിൻ മഹാർണവേ ഏകശൃംഖധരോ മത്സ്യോ ഹൈമോ നിഹുതയോജന. 1,00,000 യോജന വിസ്താരമുള്ള ഒറ്റക്കൊമ്പനായ സ്വർണവർണ്ണത്തിലുള്ള ഒരു മത്സ്യം അതാ ഇങ്ങനെ തോണിയുടെ അടുത്തേക്ക് വരികയാണ്. തോണിയുടെ അടുത്തേക്ക് ഇങ്ങനെ കണ്ടപ്പോ ഭഗവാൻ അരുളി ചെയ്ത പോലെ തന്നെ വാസുകിയാകുന്ന കയറുകൊണ്ട് ഭഗവാന്റെ ആ കൊമ്പിലേക്ക് എൻ്റെ തോണിയെ ബന്ധിച്ചു. ഇനി എന്താ വേണ്ടത്? ഇനി എന്തെങ്കിലും വേണോ? ഭഗവാനുമായിട്ട് ഒരു നമ്മളിങ്ങനെ കയറങ്ങോട്ട് കെട്ടിയാൽ ചെറിയ കുട്ടികൾ ഒരു വിരലുമ്പില് കയറ് കിട്ടും, എന്നിട്ട് മറ്റേ തലക്കില് കല്ലും കിട്ടും, എന്നിട്ട് ഇങ്ങനെ വീശും. ഈ കല്ല് പോവോ? ഇല്ല, ഇതിന്റെ നിയന്ത്രണത്തിലാവും അല്ലേ? എന്ന പോലെ ഈ നമ്മളാകുന്നത് ഭഗവാനുമായി അങ്ങോട്ട് കെട്ടിയാൽ പിന്നെ എന്താ പേടിക്കാനുള്ളത്? പേടിക്കാനുണ്ടോ? ഇല്ല, പേടിക്കാനൊന്നുമില്ല. പിന്നെ എന്തേ ചെയ്തു രാജാവ്? തുഷ്ടാവ മധുസൂദനം അത്യാഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ മധുസൂദനെ സാഷ്ടാംഗം നമസ്കരിക്ക. എത്ര നമസ്കരിച്ചാലും പോരാലെ. ഇപ്പൊ വന്നിട്ട് പറയാണ് പോരൂന്റെ കൂടെ. എന്താ ചെയ്യാ? പറ്റോ പോവാൻ? പറ്റോ? വരൂ പോവാ. ശരി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരു സാധകന്റെ വിജയം. ഭഗവാൻ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് വരൂ എന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറയണം അല്ലേ? അതിന് സാധിക്കണം ഒരു സാധകന്. രാജാവ് ഭഗവാനെ നമസ്കരിക്കണൂടെ. ഇന്നത്തെ 8 ശ്ലോകങ്ങളായിക്കൊണ്ട് രാജാവിൻ്റെതായ ഓരോ സംശയങ്ങള് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തോണിയുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നു പരബ്രഹ്മാണ് പരബ്രഹ്മാണ് ഞാനെന്ന്. എല്ലാവരും പരബ്രഹ്മം എന്ന പേരിൽ എന്നെ വിളിക്കുന്നു. ആ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. ആ പറഞ്ഞു തരുന്നത് ഞാനാണ് പറഞ്ഞു തരുന്നത്, വേറെ ആരുമല്ല. ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു തരുന്നതായിട്ടുള്ള ആ പരമാർത്ഥ തത്വം, ആത്മതത്വം എങ്ങനെയത് മനസ്സിലാക്കണത്? ഭഗവാൻ പറഞ്ഞു തരികയാണ്. ഭഗവാൻ പറഞ്ഞു തരുമ്പോ നമുക്ക് അനുഭവ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാണ്. ഭഗവാൻ പറഞ്ഞു തരുന്നത് നമുക്ക് എങ്ങനെയാ മനസ്സിലാവാം? അത് നമ്മൾ അനുഭവിക്കുകയാണ്. അനുഭവിക്കുമ്പോ എന്താവും? ആ ഹൃദയത്തിൽ അത് തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഈ പരമാർത്ഥജ്ഞാനിയാവും. വേറൊരു അത്ഭുതം ഉണ്ടാവില്ല. അത്രയും കരുണയുള്ള ഭഗവാനെ നമസ്കരിക്കല്ലാതെ എന്താ ചെയ്യാല്? വീണ് വീണ് നമസ്കരിക്കാണ്. ഭഗവാനോട് പറയണു ആദ്യത്തെ അനാദി വിദ്യോപഹദാത്മസംവിദ തന്മൂല സംസാര പരിശ്രമാതുര യദൃച്ഛയേഹോവശ്രുതായ മാപ്നുയുർ വിമുക്തിദോ ന പരമോ ഗുരുർഭവാൻ. അനാദിയായ അവിദ്യ ഇത് എപ്പോഴാണ് നമ്മുടെ കൂടെ കടന്നുകൂടിയ നിശ്ചയില്ല ഭഗവാനെ.
ആ അവിദ്യ കൊണ്ട് എന്താ ചെയ്യണേ? ആത്മജ്ഞാനം നഷ്ടപ്പെട്ടു. ആത്മജ്ഞാനം നഷ്ടപ്പെട്ട എന്താ ഉണ്ടാവുക? ഓരോരോ കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? സംസാരത്തിൽ കിടന്ന് ഇങ്ങനെ ഉഴലും. അങ്ങനെ ഉഴലുന്ന സമയത്ത് എതിർച്ചയാന്ന് പറഞ്ഞാൽ എന്താ വെച്ചോ, ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട്, യാദൃച്ഛികമായിട്ടല്ല, ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട്, ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട്, ആ ഒരു ഭാഗ്യം കൊണ്ട് ഭഗവാന്റെ ഒരു നാമമോ ഒരു കീർത്തനമോ എന്തെങ്കിലും ഒരു ദാസ്യ സേവയോ ചെയ്യാൻ സാധിച്ചാൽ അവിടുന്ന് ഞങ്ങളെ ഈ ആത്മാന്ധകാരം മാറ്റിയിട്ട് ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. ദിവസം രാവിലെ എണീറ്റ് വന്ന് സപ്തതീർത്ഥങ്ങളെ ആവാഹിക്കും ഒരു പഞ്ചപാത്രത്തില്. എന്നിട്ട് 12 വിഷ്ണു ക്ഷേത്രങ്ങളെ സ്ഥാപിക്കും. അത് കഴിഞ്ഞിട്ട് ആചമിക്കും. അത് കഴിഞ്ഞ് 2 തുള്ളി വെള്ളം വലത്തെ കയ്യിൽ എടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് അടച്ച് ഇടത്തെ തൊടട മുകളിൽ വെച്ചിട്ട് ഒരു വാക്കുണ്ട്, ആ പവിത്രോ പവിത്രോവ സർവാവസ്ഥാഗതോപിച യൽ സ്മരേത് പുണ്ഡരീകാക്ഷ സ ബാഹ്യാഭ്യന്തരശുചി. ഭഗവാനെ, ഈ ഒരു ദിവസം തുടങ്ങാൻ പോവാണ് ഞാന്. അവിടുത്തെ ഒരു നാമം ഏതോ അവസ്ഥയിലായിക്കോട്ടെ, ആ പവിത്രം ശുദ്ധല്ലാത്ത അവസ്ഥയിലോ ശുദ്ധമായ അവസ്ഥയിലോ ഏതവസ്ഥയിലായിക്കോട്ടെ, അവിടുത്തെ നാമം ഒന്ന് ഉച്ചരിച്ചാൽ, അവിടുത്തെ ഒന്ന് സ്മരിച്ചാൽ, ബാഹ്യവും ആഭ്യന്തരവും ഉള്ളിലുള്ളതുമായ ആ ശുദ്ധിയെ അവിടുന്ന് തരുന്നു. ഇത്രയും കാരുണ്യവാനായ അവിടുന്ന് ഞങ്ങൾക്ക് ഗുരുവായി ഭവിക്കണേ. ഇത്രയും കാരുണ്യം വേറെ ആർക്കുണ്ടാവുക? ആർക്കും ഉണ്ടാവില്ലവോ? ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം വിളിച്ചാലൊക്കെ കാരുണ്യം ഉണ്ടാവോ? നെവർ, ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കല്ലാതെ എന്താ ചെയ്യുക? നമസ്കരിച്ചു രാജാവ്. എന്നിട്ട് വീണ്ടും പറയണം, ഈ അജ്ഞാനിയായിട്ടുള്ള ഈ അന്ധകാരം പിടിച്ചിട്ടുള്ളതായ അബുധന്മാരായ ജനങ്ങള് സുഖത്തിന് വേണ്ടി എന്ത് ചെയ്താലും, ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? എല്ലാ ചെറിയ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിയിട്ട് സ്വസ്ഥാവണേ. അതൊന്ന് ഏകദേശം സ്വസ്ഥാവുമ്പോൾ ഒരു വീട് വെക്കണേ. അത് കഴിഞ്ഞൊന്ന് സ്വസ്ഥാവുമ്പോൾ ആ വീട്ടിൽ നിർത്താൻ ഒരു കാറ് വേണേ. അത് കഴിഞ്ഞാൽ AC വേണേ. സുഖങ്ങൾക്ക് പിന്നാലെ കർമ്മങ്ങൾ ചെയ്ത് വായുന്ന മനുഷ്യനാണ് അല്ലേ? അങ്ങനെയുള്ളപ്പോ അങ്ങനെ കിട്ടുന്ന സുഖങ്ങൾ സത്യത്തിലുള്ള സുഖങ്ങളാണോ? സുഖാണ് എന്ന് ഈ ജനങ്ങൾ വിചാരിക്കുകയാണ് അല്ലേ? സത്യത്തിൽ അത് സുഖാണോ? അല്ല, സുഖല്ല. അതൊക്കെ എന്താവും? അനർത്ഥത്തിലേക്ക് നമ്മളെ കൂടുതലും ഈ സംസാരത്തിൽ ബന്ധിച്ചിടാനാണ് സാധിപ്പിക്കുള്ളൂ. അവിടുത്തെ പാദസേവ അന്ന് അനുഗ്രഹിക്കണേ. ആ പാദസേവയ്ക്ക് ഒന്നു മാത്രമാണ് ഈ കർമ്മബന്ധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. സേവയാ താം വിധുനോത്യ സന്മതീം ധൃതിം സവിദ്യാധൃതയം സനോ ഗുരു. നമ്മുടെ കർമ്മവാസനാരൂപമായിട്ടുള്ള ആ ഹൃദയഗ്രന്ഥിയെ വിച്ഛേദിച്ചിട്ട് ഭഗവാനെ ഞങ്ങൾക്ക് ആത്മപ്രകാശത്തെ പകർത്തി തരാൻ അവിടുത്തെ സേവയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ആയതുകൊണ്ട് അവിടുത്തെ ആ സേവാരതി തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. ഇനിയോ ആ സേവ കിട്ടിയാൽ മതിയോ? ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സഞ്ചിതം ആകമോ കിഴിയിട്ടി നമ്മൾ വെച്ചിരിക്കുകയാണ് മുതുകത്ത്. അതിൻ്റെ അതൊക്കെ തീർന്നു പോണം. ഈ സേവ ചെയ്ത് സ്വർണവും വെള്ളിയും തീയിലിട്ട് ഊതി പഴിപ്പിച്ച് അതിലത്തെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ്
തനതായ സ്വർണപ്രകാശം ഇങ്ങനെ പ്രകാശിക്കണമെങ്കിൽ മാലിന്യം കളയണം. അതേപോലെ ബഹുജന്മങ്ങളായി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതായ ആ മാലിന്യങ്ങളെ അവിടുത്തെ സേവയാകുന്ന അഗ്നിയിലിട്ട് പഴുപ്പിച്ച് കളഞ്ഞ് ആ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കണേ എന്ന് പറയുന്നു. അതിന് കഴിവ് ആർക്കേ ഉള്ളൂ? ഭഗവാന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നമസ്കാരം. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്തു തരാൻ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ഗുരുവായി ഭവിക്കണേ എന്ന് രാജാവ് പറയുന്നു. ഇനിയോ നയപ്രസാദായുധഭാഗലേശം അന്യേച്ച ദേവാ പുരവോ ജനാ സ്വയം കർത്തും സമേത പ്രഭവന്തി പുംസ തുരീശ്വരം താം ശരണം പ്രപദ്യേ. ഇതര ജനങ്ങളെ സേവിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് ജനങ്ങളും ഗുരുക്കന്മാരും ദേവന്മാരും എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കാന്ന് കൂട്ടുക. അത് അവിടുത്തെ പ്രസാദത്തിനെ 10,000 മടങ്ങ് ആക്കിയാൽ അതിൻ്റെ ഒരു കഷ്ണം പോലും ആവില്ല. പിന്നെ ഈ ജനങ്ങൾ എന്ത് ചെയ്യണു? ഈ സേവ തുടരുന്നു. ആരെയാണോ സേവിക്കേണ്ടത് അത് മറന്നുകൊണ്ട് ജനങ്ങള് വേറെ എന്തിനൊക്കെയോ വേണ്ടി പായുന്നു. അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ ശരണാഗതി പ്രാപിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അത് ഉറപ്പിക്കുകയാണ്. കണ്ണ് കാണാത്ത ഒരാള് വഴി കാട്ടുക എന്ന് കൂട്ടുക. രണ്ടുപേരും തപ്പിപ്പെടഞ്ഞ് എവിടെയെങ്കിലും ഒരു അബദ്ധത്തിലും പെടും. എന്തിനാ അങ്ങനെയുള്ളവരെ ആശ്രയിക്കുന്നത്? സ്വയം പ്രകാശിച്ചും എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചും നിൽക്കുന്ന അവിടുത്തെ ആശ്രയിച്ചാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള അവിടുന്ന് ഞങ്ങൾക്ക് ഗുരുവായി വരണേ എന്ന് പറയുന്നു. ജനോ ജനസ്യാദിശതേ സതീമതി യയാ പ്രഭദ്യേതദുരത്യയം തമ ത്വം ത്വം വ്യയം ജ്ഞാനമമോഘമഞ്ജസ പ്രപദ്യതേ യേന ജനോ നിജം പദം. ആത്മജ്ഞാനമില്ലാത്ത ജനങ്ങള്, ആത്മസാക്ഷാത്കാരമില്ലാത്ത ഗുരുക്കന്മാരെ തേടി പോകുന്നു. ആ ഗുരുക്കന്മാര് എന്തിനെ നമ്മളെ പ്രലോഭിപ്പിക്കുകയുള്ളൂ? ജനന മരണ സംസാര ദുഃഖത്തിന് കാരണമാകുന്ന അർത്ഥകാമനകളെ പുഷ്ടിപ്പെടുത്താൻ മാത്രമാണ് സഹായിക്കുള്ളൂ. അങ്ങനെ